ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പച്ചരി പായസം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം എടുക്കുക, അത് തിളയ്ക്കാൻ വെക്കുക. അങ്ങനെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ച പച്ചരി ഇതിലേക്ക് ഇടാം. ഇത് നന്നായിട്ട് കഴുകി വെച്ച പച്ചരിയാണ്. 2 ഗ്ലാസ്. ഇതാ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തത്. നന്നായിട്ട് കഴുകി വെച്ചതാണ്. തിളച്ച വെള്ളത്തിലേക്ക് ചേർക്കാം. ഇത് നന്നായിട്ട് തിളക്കട്ടെ. അങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ പരുവായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പാല് ചേർക്കുക. ഞാൻ എടുത്തത് 1 ലിറ്റർ പാലാണ്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇതാ നുള്ളു ഉപ്പ് ചേർക്കാം. നന്നായിട്ട് തിളക്കട്ടെ. ഇത് ഏലക്കായണേ, 4 ഏലക്കായ ഞാൻ ഇടുന്നത്. നന്നായിട്ട് മിക്സ് ആക്കാം. അങ്ങനെ അടുത്തത് ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ആവശ്യത്തിന് പഞ്ചസാര കേട്ടോ. ചിലവരിതിൽ പഞ്ചസാരക്ക് ബദലായിട്ട് ശർക്കര പാനി ഒഴിക്കും. ഞാനിപ്പം പഞ്ചസാര വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് നന്നായിട്ട് തിളക്കിയിടുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഒന്നും കൂടി നല്ലോണം തിളക്കട്ടെ. വറ്റി വരണം, കുറച്ച് വറ്റി വരണം. അങ്ങനെ പായസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കാം. അടുത്തത് ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. എന്നിട്ട് അത് ചൂടായിട്ടുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കട്ടോ. ചൂടായി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കും. അത് മതി. അങ്ങനെ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുത്തതാണ്. ഒന്നുകൂടി വേണം. പിന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ പായസം റെഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.